ഈ വർഷത്തെ SSLC പരീക്ഷാഫലം മെയ് 15-ന് പ്രഖ്യാപിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും ആരംഭിക്കും. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലങ്ങൾ മെയ് 22-ന് പ്രസിദ്ധീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. രണ്ടാം വർഷ ഇംപ്രൂവ്മെന്റ് ഫലം മെയ് 8-നും ഒന്നാം വർഷ പരീക്ഷാഫലം ജൂൺ 10-നും പ്രഖ്യാപിക്കും. നമ്മുടെ പരീക്ഷാ ഡ്യൂട്ടികളിൽ വളരെ ഗുരുതരമായിട്ടുള്ള അസുഖമൊക്കെ ബാധിച്ചിട്ടുള്ള അധ്യാപകർക്ക് യാത്ര ചെയ്യാനൊക്കെ അസൗകര്യം ഉണ്ടെങ്കിൽ അവരെ മാത്രം ഒഴിവാക്കുക എന്ന നിലപാടേ നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. എന്നാലേ ഇത്രയധികം പേപ്പറുകൾ നോക്കി തീർന്ന് കൃത്യസമയത്ത് പരീക്ഷാ ഫലം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി കഴിയുള്ളൂ. തൻ്റെ അധ്യാപക ജോലിയുടെ ഭാഗമാണ് പരീക്ഷാ പേപ്പർ നോക്കുന്ന ജോലി. ഓരോ പേപ്പറിനും മൂല്യനിർണ്ണയത്തിന് നിശ്ചയിച്ചിട്ടുള്ള പ്രതിഫലം കൊടുക്കുന്നുമുണ്ട്, നിശ്ചയിച്ചിട്ടുള്ള പ്രതിഫലം കൊടുക്കുന്നുണ്ട്. എന്നാൽ പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ പല കാരണങ്ങൾ പറഞ്ഞ് പങ്കെടുക്കാത്ത 2000-ലധികം വരുന്ന അധ്യാപകരുണ്ട്. ഇത് ഒരു അക്കാഡമിക് സ്പിരിറ്റ് ഇല്ല എന്നുള്ളതാണ്. അക്കാഡമിക്കായിട്ട് നമുക്കിത് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. അത് പിന്നെ കർശനമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ടതായി വരും. ബഹിഷ്കരിച്ച് തടസ്സപ്പെടുത്തുവാൻ പറ്റുന്ന രൂപത്തിലുള്ള പ്രവർത്തനമൊന്നും അവർ നടത്തിയിട്ടുമില്ല. പത്രങ്ങളുടെ കൂടെ ഒരു പ്രസ്താവന കൊടുത്തിട്ടല്ലാതെ മറ്റ് അവിടെ തടസ്സപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു വേറെ കാര്യങ്ങളും ചിന്തിച്ചില്ല. എല്ലായിടത്തും കൃത്യമാണ്. നമ്മുടെ ഈ വർഷം തുടങ്ങിയല്ലോ. അപ്പോൾ ഒരുപാട് വിവാദങ്ങൾക്ക് ശേഷമാണല്ലോ ഇതിങ്ങനെ തീരുമാനിച്ചു തുടങ്ങിയത്. അതിൻ്റെ ഒരു ഗുണം കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ലല്ലോ. അതിൻ്റെ ഗുണം എത്രമാത്രം പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് പുതിയൊരു കാര്യമല്ല. കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നമ്മുടെ കുട്ടികളുടെ പരീക്ഷ ഇലക്ഷൻ്റെ സാധാരണ നമ്മൾ ഡിക്ലറേഷനൊന്നും അല്ലല്ലോ, പൊളിറ്റിക്കൽ ഡിക്ലറേഷനൊന്നും അല്ലല്ലോ. കുട്ടികളുടെ പരീക്ഷ ഫലപ്രഖ്യാപനം അതിനിപ്പോൾ പിന്നെ 4-ാം തീയതി കഴിഞ്ഞിട്ട് ഗവൺമെൻറ് വരുമല്ലോ. അത് ആ സാവകാശത്തിന് കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ലെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ കുറച്ച് കാര്യങ്ങളിൽ ഇടപെട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നത്. അതെല്ലാം ഒരു പുതിയ കാര്യങ്ങളുടെ പ്രഖ്യാപനമാണ്. ഇലക്ഷൻ്റെ 4-ാം തീയതി വരെ കഴിഞ്ഞിട്ട് 4-ാം തീയതി കഴിഞ്ഞ ശേഷം ആലോചിക്കണം. പുതിയ മന്ത്രിയാണ് പ്രഖ്യാപിക്കേണ്ടത്.